നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിനു മുമ്പ് മാർച്ച് 20 ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നൊരു വിവരം വരുന്നു. റിലീസിന്റെ കാലമാണ്. റിലീസിന്റെ കാലത്ത് ഒന്നാം ഭാഗമായ ലൂസിഫർ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലൂസിഫർ ആദ്യം ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. എമ്പുരാന്റെ ക്യാരക്ടർ റിവീലിംഗ് നടത്തിയ സമയത്ത് തന്നെ ഓരോ ക്യാരക്ടേഴ്സ് ലൂസിഫറിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സ് വന്നപ്പോഴും അവരുടെ പേരുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. PK രാംദാസ്, ജിതിൻ രാംദാസിനെയും പ്രിയദർശിനിയെയും അതുപോലെ തന്നെ ജാൻവിയും എബ്രഹാം ഖുറേഷിയും സ്റ്റീഫൻ നെടുമ്പള്ളിയും അവരുടെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആളെ കാണുമ്പോൾ തന്നെ അതിൽ അഭിനയിച്ചിരുന്ന ഓരോരുത്തരുടെ ക്യാരക്ടറുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ സിനിമ അത്രത്തോളം നമ്മളെ ആകർഷിച്ച സിനിമയാണ്. ഒരു തവണയൊന്നുമല്ല, തിയേറ്ററിൽ തന്നെ 4-5 തവണ ഈ സിനിമ കണ്ടവരുണ്ട്. സിനിമ യൂട്യൂബിൽ ഇപ്പോഴും കാണുന്നവരുണ്ട്, TV-യിൽ എപ്പോഴും വന്നാലും കാണുന്നവരുണ്ട്. ഒരേ എഫക്റ്റാണ്. അതിൽ ഓരോ ഡയലോഗുകളും ആളുകൾക്ക് കാണാപ്പാടമാണ്. എമ്പുരാനും അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പം ലൂസിഫറിൻ്റെ ഒന്നുകൂടി തിയേറ്ററുകളിലേക്ക് മാർച്ച് 20 വരികയാണ്. അപ്പം 20 മുതൽ എന്തായാലും 27 വരെ ലൂസിഫറിൻ്റെ ദിനങ്ങളും 27 മുതൽ എമ്പുരാൻ്റെ ദിനങ്ങളും തന്നെയായിരിക്കും. ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്ത സിനിമ, അല്ലെങ്കിൽ സമൂഹ പ്രതിബദ്ധതയുള്ള സിനിമ, സമൂഹത്തിലെ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സിനിമ, ഇന്ന് നമുക്ക് റെലവൻ്റായി നമ്മളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന നർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വീണ്ടും പറഞ്ഞ സിനിമ. അങ്ങനെ ഒരുപാട് അവരെ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ലാലേട്ടൻ്റെ സിനിമകൾ, ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ മുരളി ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ക്രിപ്റ്റിൽ വന്ന ഗംഭീര സിനിമയായിരുന്നു ലൂസിഫർ. അതിൻ്റെ 2ാം ഭാഗമാണ് 27 തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. അപ്പം മാർച്ച് 20 ലൂസിഫർ കണ്ടതിന് ശേഷം നമുക്ക് എമ്പുരാൻ കാണാനുള്ള അവസരമാണ് അവരിപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും മാർച്ച് 20 തിയേറ്ററുകളിലേക്ക് ലൂസിഫർ വരുമെന്ന് പറയുന്നത് വരട്ടെ. ലൂസിഫറും കാണാം. അതിനുശേഷം നമുക്ക് വീണ്ടും എമ്പുരാനെയും കാണാം. എമ്പുരാൻ്റെ ദിനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലൂസിഫർ ഒരു വരവ് കൂടി വരുന്നുണ്ട്. ഒരേ ഒരു രാജാവിനായിട്ടുള്ള കാത്തിരിപ്പ്.